പ്രണയിച്ച് വിവാഹം കഴിച്ചതിന് ശേഷമുള്ള തന്റെ ജീവിതത്തെക്കുറിച്ച് നടി മാലാ പാർവതി പങ്കുവച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. തന്നെക്കുറിച്ചുള്ള വിശേഷങ്ങളും മറ്റുമൊക്കെ ഫേസ്ബുക്ക് പേജിലൂടെയും മറ്റും നടി പറയാറുണ്ട്. അത്തരത്തിൽ കോളേജിൽ പഠിക്കുന്ന കാലത്തുണ്ടായ പ്രണയത്തെക്കുറിച്ചും പിൽക്കാലത്ത് അദ്ദേഹത്തെ ഭർത്താവാക്കിയതിനെ പറ്റിയും മാലാ പാർവതി പറഞ്ഞിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ എത്ര പൈസ വേണമെങ്കിലും തനിക്ക് ലഭിക്കുമായിരുന്നുവെന്നും അമ്മയുടെ മേശയിലുള്ള 1000 രൂപ എത്രയെടുത്താലും നിറഞ്ഞു തന്നെ ഇരിക്കുമായിരുന്നുവെന്നും അങ്ങനെ ജീവിച്ചു വന്നതാണെങ്കിലും വിവാഹശേഷം ആകെ 3000 രൂപ കൊണ്ട് ജീവിക്കുകയായിരുന്നുവെന്നാണ് മാലാ പാർവതി പറയുന്നത്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ സംസാരിക്കുകയായിരുന്നു നടി. പഠിക്കുന്ന കാലത്ത് എല്ലാവിധ സൗകര്യങ്ങളും തനിക്കുണ്ടായിരുന്നു. ഇഷ്ടം പോലെ പൈസയും ഉണ്ട്. അമ്മയുടെ മേശയ്ക്കുള്ളിൽ ഒരു എൻവലപ്പിന്റെ കവർ ഉണ്ടാകും. അതിൽ 1000 രൂപയുണ്ടാകും. തനിക്ക് ആവശ്യമുള്ളപ്പോൾ അതിൽ നിന്നും പൈസ എടുക്കാമായിരുന്നുവെന്നും താൻ അതിൽ നിന്നും 100 എടുത്താലും 300 എടുത്താലും ഒക്കെ പിറ്റേ ദിവസം അത് വീണ്ടും 1000 ആയിട്ടുണ്ടാകുമെന്നും അക്ഷയപാത്രം പോലെയായിരുന്നു അതെന്നും മാലാ പാർവതി പറയുന്നു. 1988-90 കാലഘട്ടമായിരുന്നു അത്. പക്ഷേ ഡിഗ്രി ആയപ്പോൾ താൻ കല്യാണം കഴിച്ചു പോയി. അതോടുകൂടി ഒന്നുമില്ലാത്ത അവസ്ഥയിലായെന്നും ഭർത്താവ് സതീഷിന് കിട്ടുന്ന 3000 രൂപ കൊണ്ട് തങ്ങൾ ഒരു മാസം ജീവിക്കണമായിരുന്നുവെന്നും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നുവെന്നും താരം പറയുന്നുണ്ട്. കാരണം കോളേജിൽ പഠിക്കുമ്പോൾ തന്റെ കാര്യം കഴിഞ്ഞ് കൂടെയുള്ളവർക്ക് യൂത്ത് ഫെസ്റ്റിവലിന് സാരിയും വളയും മറ്റുമൊക്കെ വാങ്ങിക്കൊടുക്കുമായിരുന്നു. എന്തെല്ലാം അട്ടഹാസങ്ങളായിരുന്നു. പ്രേമിച്ച് വിവാഹം കഴിച്ചതിന് ശേഷം സതീഷിന് കിട്ടുന്ന 3000-ൽ പുള്ളിയുടെ വീട്ടിലും കൊടുക്കണമായിരുന്നുവെന്നും ബാക്കിയുള്ളത് കൊണ്ട് വീടിന്റെ വാടകയും തങ്ങൾക്ക് ഒരു മാസം ഭക്ഷണവും ഒക്കെ കഴിക്കണമെന്നും കല്യാണത്തിന് ശേഷം വീട്ടുകാരോട് പണമൊന്നും വാങ്ങിക്കാൻ പോയിട്ടില്ല, വീട്ടുകാരുടെ സമ്മതത്തോടെ കെട്ടിയെന്ന് കരുതി കാശ് ചോദിക്കാൻ പറ്റില്ലല്ലോ എന്നും മാലാ പാർവതി പറയുന്നു. തങ്ങൾ വളരെ സീരിയസ് ആയിട്ട് വിവാഹം കഴിച്ചിട്ട് ജീവിക്കാനുള്ള പൈസ തരണമെന്ന് ചോദിക്കുന്നത് മോശമാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ തങ്ങളുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ജീവിച്ചു തുടങ്ങിയെന്നും തനിക്കത് ഒരിക്കലും അതൊരു കുറവായി തോന്നിയിട്ടില്ല എന്നും താൻ ഭയങ്കര ഹാപ്പി ആയിരുന്നുവെന്നും മാലാ പാർവതി പറയുന്നു. അതേസമയം കേരള സർക്കാരിന്റെ സീഡിൽ ജോലി ചെയ്യുകയായിരുന്നു സതീശൻ. തന്റെ പ്രണയ വിവാഹത്തെക്കുറിച്ച് മാലാ പാർവതി സംസാരിച്ചിട്ടുണ്ട്. വിപ്ലവകരമായ ഒരു കല്യാണമായിരുന്നു തന്റേതെന്നാണ് മാലാ പാർവതി പറഞ്ഞിട്ടുള്ളത്. കോളേജിൽ പഠിക്കുന്ന കാലത്താണ് പ്രണയത്തിലാകുന്നതെന്നും കോളേജിൽ തന്നെ പറ്റി പറഞ്ഞൊരു കഥയാണ് വിവാഹത്തിലേക്ക് എത്തിയതെന്നും മാലാ പാർവതി പറഞ്ഞിട്ടുണ്ട്. അന്ന് ഫിലിം ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സുഹൃത്തിനൊപ്പം പോകാൻ താൻ തീരുമാനിച്ചു. അദ്ദേഹം വരാത്തത് കൊണ്ട് യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറിയായ സതീശൻ തന്നെയും കൊണ്ടുപോയി. തങ്ങളെ ഒന്നിച്ച് കണ്ടുവെന്ന കഥയാണ് പിന്നീട് വിവാഹം വരെ എത്തിയതെന്നാണ് നടി പറഞ്ഞിട്ടുള്ളത്. അതേസമയം അമ്മ കഥാപാത്രങ്ങളെ ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കുന്ന നടിയാണ് മാലാ പാർവതി. തനിക്ക് ലഭിക്കുന്ന കഥാപാത്രത്തോട് 100% നീതി പുലർത്താനുള്ള നടി സോഷ്യൽ മീഡിയയിലും സജീവമാണ്. തിരുവനന്തപുരത്തെ ഓൾ സയൻസ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി പൂർത്തിയാക്കിയ മാലാ പാർവതി യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു. തിരുവനന്തപുരത്തെ ഗവൺമെന്റ് കോളേജ് ഫോർ വുമണിൽ നിന്ന് സൈക്കോളജിയിൽ ബിരുദവും പൂർത്തിയാക്കി. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.